ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും. ഗോത്ര ജനതയുടെ ഉന്നതി ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനെ വീണ്ടും തെരഞ്ഞെടുത്തു. ശബരിമലയിൽ മീനമാസ പൂജയ്ക്കായി നട തുറക്കുമ്പോൾ ഭക്തർക്ക് കൂടുതൽ സൌകര്യമൊരുക്കുന്ന പുതിയ ദർശന പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 252 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും. ഏപ്രിൽ 4 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ 20 സിറ്റിംഗുകൾ ഉണ്ടാകും. 2025-26 ധനവിനിയോഗ ബില്ല് സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടാതെ ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ എന്നിവയുൾപ്പെടെ നിരവധി നിയമനിർമ്മാണങ്ങൾ പാർലമെന്റ് പരിഗണിക്കും. കാലിഫോർണിയയിലെ ചിനോ ഹിൽസിലെ ഹിന്ദു ക്ഷേത്രത്തിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് കേന്ദ്ര സർക്കാർ. ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാനും ആരാധനാലയങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഗോത്രവിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വിവിധ ഗോത്ര സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വയനാട് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ഗോത്രപർവം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗോത്ര ജനത അനുഭവിക്കുന്ന പിന്നാക്കാവസ്ഥ തുടച്ചു നീക്കുന്നതിനുള്ള സ്ഥായിയായ പരിശ്രമത്തിന് തുടക്കം കുറിച്ചാണ് ഗോത്രപർവം പരിപാടി സംഘടിപ്പിച്ചത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനെ വീണ്ടും തെരഞ്ഞെടുത്തു. പിണറായി വിജയൻ, EP ജയരാജൻ, TM തോമസ് ഐസക്, KK ശൈലജ, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, CS സുജാത എന്നിവരുൾപ്പെടെയുള്ള 89 അംഗ കമ്മിറ്റിയെയും 17 അംഗ സെക്രട്ടേറിയറ്റിനെയും കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്തു. 17 പേർ പുതുമുഖങ്ങളാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ യുവജനങ്ങൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് ശേഷം റെഡ് വോളണ്ടിയർ മാർച്ചും റാലിയും നടന്നു. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ആശ്രമം മൈതാനത്ത് പുരോഗമിക്കുന്നു. പുതുവെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടാൻ പാർട്ടിയെ സജ്ജമാക്കുകയെന്ന ചുമതലയാണ് സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് MV ഗോവിന്ദൻ. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ അർപ്പിച്ച സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവി അതൊരു പദവിയായിട്ടല്ല, ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഉത്തരവാദിത്തം കൂട്ടായ്മയിലൂടെ എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാം ചേരുന്ന ഒരു കൂട്ടായ്മയിലൂടെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേരളത്തിലെ പാർട്ടിയെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നവകേരള സൃഷ്ടിയുടെ ഊർജ്ജമായിട്ട് മാറ്റുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ ധാരണയോടുകൂടി സംഘടനയെ നയിക്കുന്നതിനു വേണ്ടി നിങ്ങളെല്ലാം ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. ADM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് ആവശ്യമെങ്കിൽ പോലീസിന് കൈമാറുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ റിപ്പോർട്ട് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണത്തിലേക്കില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ADMന്റെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രകൃതി വിഭവങ്ങളെ രാജ്യപുരോഗതിക്കായി പ്രയോജനപ്പെടുത്താനാകണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് NSS സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൌഹൃദ വികസനം പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഹരിത ഊർജ്ജം പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. കണ്ണൂർ വെള്ളിയായിൽ കാട്ടുപന്നികളെ പിടികൂടുന്നതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇന്ന് രാവിലെ മുതൽ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെയാണ് തിരച്ചിൽ. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ടാസ്ക് ഫോഴ്സിന്റെ നിർദ്ദേശങ്ങളോട് കർഷകർ സഹകരിക്കണമെന്നും KP മോഹനൻ MLA പറഞ്ഞു. കോഴിക്കോട് ലഹരി വസ്തു വിഴുങ്ങി ആൾ മരിച്ച സംഭവത്തിൽ അമിത അളവിൽ ശരീരത്തിൽ ലഹരി എത്തിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഞ്ചാവും MDMAയും ചേർന്ന് സംശയിക്കുന്ന രാസവസ്തു അടങ്ങിയ കവറും ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടക്കേണ്ടതുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമ്പായത്തോട് സ്വദേശി ഷാനിദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 252 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റിന് 251 റൺസ് എടുത്തു. ഡാരി മിച്ചലും മിച്ചൽ ബ്രെയ്സ്വെലും അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും 2 വിക്കറ്റ് വീതം സ്വന്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ജംഷഡ്പൂർ FC യെ നേരിടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി മലപ്പുറം സ്വദേശി ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗോവയിൽ നടന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് തീരുമാനം. നിലവിൽ കേരള സ്റ്റേറ്റ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ കാർഷിക വിളകളെയും വളർത്തുമൃഗങ്ങളെയും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പുതിയ സംവിധാനം. വനാതിർത്തിയിൽ സൌരോർജ്ജ തൂക്കുവേലി ഒരുക്കിക്കൊണ്ടാണ് ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പുവരുത്താൻ ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 1.25 കോടി രൂപ ചെലവിട്ട് നടപ്പാക്കുന്ന ജില്ലയിലെ ആദ്യത്തെ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തികളാണ് തുടങ്ങിയത്. ഇതോടെ കൂടഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ വനമേഖലയും ഫെൻസിംഗ് സംരക്ഷണം ലഭ്യമാകും. കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കക്കാടംപൊയിൽ ചീങ്കണ്ണിപ്പാലി മുതൽ പൂവാറന്തോട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് അതിർത്തി വരെ 13.5 കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. തുടർന്ന് 1 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ടും 40 ലക്ഷം രൂപ നബാർഡ് ധനസഹായം ഉപയോഗിച്ച് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ വനാതിർത്തി പ്രദേശമാകെ സൌരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ച് സംസ്ഥാനത്തിന് മാതൃകയാവുന്ന പ്രവർത്തനമാണ് നടപ്പാക്കുന്നത്. ശബരിമലയിൽ മീനമാസ പൂജയ്ക്കായി വെള്ളിയാഴ്ച നട തുറക്കുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ദർശന പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. കൊടിമരത്തിന്റെ ഇരുവശത്തുകൂടി ഭക്തരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴിയാകും പുതിയ ദർശന വഴി. തീർത്ഥാടകർക്ക് ദർശന സമയം കൂടുതൽ ലാഭിക്കാൻ ഇത് അവസരമൊരുക്കും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വകുപ്പുകളിലെ വനിതാ ജീവനക്കാർക്കായി സൈബർ സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ച് IT മിഷൻ. വെബ്കോ MD ഹർഷിത അട്ടലൂരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സമകാലിക സമൂഹത്തിൽ വനിതകൾ സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവതികളാകേണ്ടതിന്റെ ആവശ്യകത അവർ ചൂണ്ടിക്കാട്ടി. IT മിഷൻ പദ്ധതിയായ CERT-Kയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷണമൊരുക്കാൻ കെൽപ്പുള്ള കുട്ടനാട്ടിലെ ആദ്യ ഫ്ളോട്ടിംഗ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. കുട്ടനാട്ടിലെ മങ്കമ്പിൽ ചെറിയ മഠത്തിൽ വരുൺ രാമകൃഷ്ണൻ നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കനം കുറഞ്ഞ ഭിത്തികളും മേൽക്കൂരയുമാണ് ഈ വീടിന്റെ പ്രത്യേകത. ഇതുമൂലം ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് വീടും ഉയരും, ജലനിരപ്പ് താഴുന്നതനുസരിച്ച് വീടും താഴും. വശങ്ങളിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ 4 വശത്തും ആങ്കർ സ്ഥാപിക്കും. സോളാർ പാനൽ ഉള്ളതിനാൽ വൈദ്യുതിയും വേണ്ട. ഒരു ചതുരശ്ര അടിക്ക് 3000 മുതൽ 3500 രൂപ വരെ ചെലവായി. മലപ്പുറം മമ്പാട് പുലയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. നടുവക്കാട് സ്വദേശി മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. പരിക്ക് ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ പുലിയെ കണ്ട വിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം നാളെ ആരംഭിക്കും. ഗോത്രജനതയുടെ ഉന്നതി ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. CPIM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനെ വീണ്ടും തെരഞ്ഞെടുത്തു. ശബരിമലയിൽ മീനമാസ പൂജയ്ക്കായി നട തുറക്കുമ്പോൾ ഭക്തർക്ക് കൂടുതൽ സൌകര്യമൊരുക്കുന്ന പുതിയ ദർശന പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 252 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.